യോശുവ അധ്യായം 13. യോശുവ വയസ്സ് എന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചെയ്തു, നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു. ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം ഏതെന്നാൽ മിസ്രയീമിന്റെ കിഴക്ക് ഉള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർക്കുള്ളതെന്ന് എണ്ണി വരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫെലിസ്ത്യദേശങ്ങളൊക്കെയും ഗെശൂര്യരും ഗസാത്യൻ, അസ്തോദിൻ, അസ്കലോനിൻ, ഗിത്തിൻ, എക്രോനിൻ എന്നീ 5 ഫെലിസ്ത്യപ്രഭുക്കന്മാരും തെക്കുള്ള അവീരും അഫേക്ക് വരെയും അമോര്യരുടെ അതിർവരെയുമുള്ള കനാന്യരുടെ ദേശമൊക്കെയും സീദോന്യർക്കുള്ള മെയാരെയും ഗിബെല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുള്ള ലെബാനോനൊക്കെയും ലെബാനോൻ മുതൽ മിസ്രെഫോത്ത് മയീം വരെയുള്ള പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോന്യരും തന്നെ. ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ച പോലെ നീ ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. ആകയാൽ ഈ ദേശം 9 ഗോത്രങ്ങൾക്കും മനുഷ്യരുടെ പാതി ഗോത്രത്തിന് അവകാശമായി വിഭാഗിക്കാം. അവനോടുകൂടെ രൂബേന്യരും ഗാദ്യരും മോശെ അവർക്ക് യോർദാൻ അക്കരെ കിഴക്ക് കൊടുത്തിട്ടുള്ള അവകാശ ഹോർദാസനായ മോശ കൊടുത്ത പോലെ തന്നെ പ്രാപിച്ചിരിക്കുന്നുവല്ലോ. അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയുടെ നടുവിലുള്ള പട്ടണം മുതൽ ദീബോൻ വരെയുള്ള മേദബാ സമഭൂമി മുഴുവനും അമ്മോന്യരുടെ അതിർവരെ ഹെശ്ബോനിൽ വാണിരുന്ന അമോരി രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദും ഗെശൂര്യരുടെയും മാഖാത്തിന്റെയും ദേശവും ഹെർമോൻ പർവ്വതമൊക്കെയും സൽക്ക വരെയുള്ള ബാശാൻ മുഴുവനും അസ്തോരോത്തിലും എദ്രയിലും വാണവനും മല്ലന്മാരും ശേഷിച്ചതുമായ ബാശാന്റെ ഊഗിന്റെ രാജ്യമൊക്കെയും തന്നെ. ഇവരെ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഗെശൂര്യരെയും മാഖാത്തിനെയും നീക്കിക്കളഞ്ഞില്ല. അവർ ഇന്നുവരെയും ഇസ്രായേലിന്റെ ഇടയിൽ പാർത്തു വരുന്നു. ലേവി ഗോത്രത്തിന് അവനൊരു അവകാശം കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദൈവനിയമങ്ങൾ താൻ അവരോട് കൽപ്പിച്ച പോലെ അവർ അവകാശമാവുന്നു. എന്നാൽ മോശെ രൂബേൻ ഗോത്രത്തിന് കുടുംബങ്ങളുമായ അവകാശം കൊടുത്തു. അവരുടെ ദേശം അർണോൻ താഴ്വരയുടെ അറ്റത്തെ അരോവേരും താഴ്വരയുടെ നടുവിലെ പട്ടണവും മുതൽ മേദബയോട് ചേർന്ന സമഭൂമി മുഴുവനും ഹെശ്ബോനും സമഭൂമിയിലുള്ള അതിൻ്റെ എല്ലാ പട്ടണങ്ങളും ദീബോനും ബാമോത്ത് ബാലും ബേത് ബാൽ മെയോനും യഹ്സയും കെദേമോത്തും മെഫാത്തും കിര്യത്തയീമും സിബ്മയും സമഭൂമിയിലെ മലയിലുള്ള സേരത്ത് ഷഹറും ബേത് പേറും പെസ്ര ചെരുവുകളും ബേത് യശീമോത്തും സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഹെശ്ബോനെ വാഴുന്ന അമോരി രാജാവായ സീഹോന്റെ രാജ്യമൊക്കെയും തന്നെ. അവനെയും സീഹോന്റെ പ്രഭുക്കന്മാരായ ദേശത്ത് പാർത്തിരുന്ന ഏവി, രേഖം, സൂർ, ഹൂർ, രേബ എന്നീ മിദ്യാന്റെ പ്രഭുക്കന്മാരെയും മോശ സമ്മതിച്ചു. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബേറിന്റെ മകനായ ബിലെയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ടുപോകുന്നു. രൂബേന്യരുടെ അതിർ യോർദാനായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ രൂബേന്യർക്ക് കുടുംബമായി കിട്ടിയ അവകാശം. പിന്നെ മോശെ ഗാദ് ഗോത്രത്തിന് കുടുംബമായി ഗാദ്യർക്ക് തന്നെ അവകാശം കൊടുത്തു. അവരുടെ ദേശം യസ്സയിലും ഗിലെയാദിലെ എല്ലാ പട്ടണങ്ങളും ലബയുടെ നേരെയുള്ള അരോവർ വരെ അമ്മോന്യരുടെ പാതി ദേശവും ഹെശ്ബോൻ മുതൽ രാമത്ത് മിസ്പയും ബെദോനീമും വരെയും മഹനീം മുതൽ ദബീറിന്റെ അതിർ വരെയും താഴ്വരയിൽ ഹെശ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിന് ശേഷിപ്പുള്ള ബേത് ആരാം, ബേത് നിമ്രാം, സുക്കോത്ത്, സാഫോൻ എന്നിവയും തന്നെ. യോർദാൻ അക്കരെ കിഴക്ക് കിന്നരോ തടാകത്തിന്റെ അടുത്ത് വരെ യോർദാൻ അതിനെതിരായിരുന്നു. ഈ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെ കുടുംബങ്ങളുമായി ഗാദ്യർക്ക് കിട്ടിയ അവകാശം. പിന്നെ മോശ മനുഷ്യരുടെ പാതി ഗോത്രത്തിന് അവകാശം കൊടുത്തു. കുടുംബങ്ങളുമായി മനുഷ്യരുടെ പാതി ഗോത്രത്തിനുള്ള അവകാശം ഇത്. അവരുടെ ദേശം മഹനീം മുതൽ ബാശാൻ മുഴുവനും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യമൊക്കെയും ബാശാനിൽ യായീരിന്റെ ഊരുകളെല്ലാം കൂടി 60 പട്ടണങ്ങളും പാതി ഗിലെയാദും ബാശാന്റെ ഓഗിന്റെ രാജ്യത്തിലെ പട്ടണങ്ങളായ അസ്താരോത്ത്, എദ്രെയി എന്നിവയും തന്നെ. ഇവ മനുഷ്യരുടെ മകനായ മാഗീറിന്റെ മക്കളിൽ പാതി പേർക്ക് തന്നെ കുടുംബമായി കിട്ടി. ഇത് മോശ യെരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഭാഗിച്ചു കൊടുത്ത അവകാശമാവുന്നു. ലേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശം കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ച പോലെ തന്നെ താൻ തന്നെ അവരുടെ അവകാശമാവുന്നു.